നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തെ ട്രെയിൻ ഗതാഗതത്തിന് നേരെ അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ. ഈ സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കാൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. റെയിൽവേ പാളത്തിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടായാൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പൊതുജനങ്ങളോടും ഉദ്യോഗസ്ഥരോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റെയിൽവേ ട്രാക്കുകൾക്ക് സമീപം നിർമ്മാണ സാമഗ്രികളോ മറ്റു വസ്തുക്കളോ അശ്രദ്ധമായി ഇടുന്നത് ഒഴിവാക്കണമെന്നും അവ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും അധികൃതർ അറിയിച്ചു. പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ എല്ലാം നിരീക്ഷണം ശക്തമാക്കണം. അനിഷ്ട സംഭവങ്ങൾ തടയുന്നതിനുള്ള എല്ലാ മുൻകരുതലും സ്വീകരിക്കണമെന്നും മറ്റ് നിർദ്ദേശങ്ങളും വരുന്നുണ്ട്. ഇതിനായി പ്രത്യേക സർക്കുലർ റെയിൽവേ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനായി ഇന്ത്യ ഒരുങ്ങുമ്പോൾ ദേശവിരുദ്ധ ശക്തികളിൽ നിന്നുള്ള ഭീകര ഭീഷണികൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് രാജ്യമെമ്പാടും സുരക്ഷ പുനർക്രമീകരിച്ചിട്ടുണ്ട്. കർശനമായ എൻഫോഴ്സ്മെന്റ്, ഭീകരവിരുദ്ധ സ്ക്വാഡുകളുടെ വിന്യാസം, സുരക്ഷാ ചെക്ക് പോസ്റ്റുകൾ വർദ്ധിപ്പിച്ചു. സുരക്ഷാ സേനകൾ അതീവ ജാഗ്രതയിലുമാണ്. പ്രത്യേക സുരക്ഷാ പ്രോട്ടോകോളുകൾ ഏർപ്പെടുത്തി. നിരവധി ഇന്ത്യൻ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ഇന്റലിജൻസ് ഏജൻസികൾ 2626 എന്ന കോഡ് സന്ദേശം കണ്ടെത്തിയിട്ടുമുണ്ട്. ഇത് വരാനിരിക്കുന്ന ഒരു വലിയ ഭീഷണിയെ സൂചിപ്പിക്കുന്നുണ്ട്. പഞ്ചാബ്, ജമ്മു കശ്മീർ, രാജസ്ഥാൻ അതിർത്തികൾ വഴി ഡ്രോണുകൾ ഉപയോഗിച്ച് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കടത്താൻ സാധ്യതയുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ഡ്രോണുകൾക്ക് പുറമെ പാരാഗ്ലൈഡറുകളും ഹാങ് ഗ്ലൈഡറുകളും ഉപയോഗിച്ച ഭീകരർ നുഴഞ്ഞുകയറാൻ സാധ്യതയുണ്ടെന്ന വിവരമുണ്ട്. പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-ത്വയ്ബ, സിഖ് തീവ്രവാദ ഗ്രൂപ്പുകൾ തുടങ്ങിയവർ ഇതിനായി ഉപകരണങ്ങൾ ശേഖരിച്ചതായാണ് സൂചന. ലഷ്കർ-ഇ-ത്വയ്ബ കടൽമാർഗം ഭീകരാക്രമണത്തിന് പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ ഭാഗമായി വാട്ടർ ഫോഴ്സ് രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ലഷ്കർ നടത്തിക്കഴിഞ്ഞു. ലഷ്കറും അതിന്റെ രാഷ്ട്രീയ മുഖമായ പാകിസ്ഥാൻ മർക്കാസി മുസ്ലിം ലീഗുമാണ് വാട്ടർ ഫോഴ്സിന്റെ പിന്നിൽ. ലഷ്കർ കമാൻഡർ ഹാരിസ് ദറീനാണ് പുതിയ വിഭാഗത്തിന്റെ ചുമതല. ഭീകരർക്ക് കഠിനമായ പരിശീലനം നൽകുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സ്കൂബ ഡൈവിംഗ്, അതിവേഗ ബോട്ടുകൾ കൈകാര്യം ചെയ്യൽ, വെള്ളത്തിനടിയിലെ ഓപ്പറേഷനുകൾ എന്നിവയിലാണ് പ്രധാനമായും പരിശീലനം നൽകുന്നത്. പരിശീലന പരിപാടികൾ ഹാരിസ് ദാർ നേരിട്ട് വിലയിരുത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മറ്റൊരു ലഷ്കർ കമാൻഡർ വാട്ടർ ഫോഴ്സ് തയ്യാറാക്കുന്നതിനായി പരസ്യമായി സമ്മതിക്കുന്നതും വീഡിയോയിൽ കാണാം. ഉത്തരവാദിത്വം തനിക്ക് നൽകിയിട്ടുണ്ടെന്നും 3 തഹസിൽ മേഖലകളിലായി പരിശീലന പരിപാടികൾ നടത്തിയെന്നും ആ സമയത്ത് 135 യുവാക്കൾക്ക് ബോട്ട് കൈകാര്യം ചെയ്യുന്നതിൽ പരിശീലനം നൽകിയെന്നും കമാൻഡർ അവകാശപ്പെടുന്നു. പദ്ധതിക്കായി 135 കൊടും ഭീകരരെ ഇതിനോടകം റിക്രൂട്ട് ചെയ്തതായി വീഡിയോയിൽ മറ്റൊരു ഭീകരർ അവകാശപ്പെടുന്നുണ്ട്. ലഷ്കറിന്റെ രാഷ്ട്രീയ മുഖമായ പാകിസ്ഥാൻ മാർക്കാസി മുസ്ലിം ലീഗും ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്നാണ് സൂചന. കടൽ മാർഗമുള്ള ആക്രമണത്തിൽ നടത്തുമെന്ന ഇന്ത്യയെ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയും 26/11 പോലെയുള്ള ആക്രമണങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത ലഷ്കർ-ഇ-ത്വയ്ബ ഡെപ്യൂട്ടി ചീഫ് സെയ്ഫുള്ള ഖാലിദ് കസൂരിയുടെ പ്രകോപനപരമായ പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവ വികാസങ്ങൾ നടന്നത്. 2025 പാകിസ്ഥാൻ ആകാശം ഭരിക്കുന്ന വർഷമായിരിക്കുമെന്നും 2026 കടലുകൾ ഭരിക്കുന്ന വർഷമായിരിക്കുമെന്നും കസൂരി മുരിസ്തിക്കയിൽ വീമ്പിളക്കിയിരുന്നു. ദൃശ്യങ്ങളുടെ ആധികാരികത ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിച്ച് വരികയാണ്. ഇതിനു പിന്നാലെയാണ് വാട്ടർ ഫോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. പ്രചരിക്കുന്ന ദൃശ്യങ്ങളുടെ ആധികാരികത ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ വ്യോമസേന പരാജയപ്പെട്ടതിനെ തുടർന്ന് കസൂരി പുതിയ ഭീഷണികൾ പുറപ്പെടുവിച്ചതായി പറയപ്പെടുന്നുണ്ട്. ഇത്തവണ ഇന്ത്യൻ നാവികസേനയെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. സുരക്ഷാ ഏജൻസികൾ ഈ സംഭവ വികാസങ്ങളെ ഗുരുതരമായ സമുദ്ര ഭീകര ഭീഷണിയായി കാണുന്നു. പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നതിനെ ഈ വീഡിയോ വീണ്ടും തുറന്നു കാട്ടുന്നുവെന്ന് ഏജൻസികൾ പറയുന്നു. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ അശാന്തി സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ഭീകര ഗ്രൂപ്പുകളെ ഉപയോഗിക്കുന്നുവെന്ന ഇന്ത്യയുടെ ദീർഘകാല ആരോപണത്തെ ഇത് ശക്തിപ്പെടുത്തുന്നുമുണ്ട്. തുറന്ന റിക്രൂട്ട്മെന്റ്, പരിശീലനം, ഭീകരവാദ തയ്യാറെടുപ്പുകൾ എന്നിവയുടെ നിർണായക തെളിവ് ഈ ദൃശ്യങ്ങൾ നൽകുന്നുണ്ടെന്നും ഈ സമുദ്രമാർഗങ്ങളിലൂടെ ആക്രമണം നടത്താനുള്ള ഗൂഢാലോചനയുടെ തെളിവ് ഇതിനെ കണക്കാക്കുന്നുണ്ടെന്നും ഏജൻസികൾ പറയുന്നു.